Today I am going to give you one general introduction about what is epic and what it is connecting with the Homeric epic, the Iliad. So, epic in literature is always dealing with the great stories of the warriors or great ഹീറോസിനെ പറ്റിയുള്ള സ്റ്റോറികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ വർണ്ണിക്കുന്നതാണ് എപ്പിക് എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറിൽ. ഈ എപ്പിക്സിനകത്ത് എപ്പോഴും ഗ്രേറ്റ് വാരിയേഴ്സ് അവരുടെ സ്റ്റോറി മൊത്തം അവരെ ഒരു ഹീറോ ആക്കി ചിത്രീകരിക്കുന്നതാണ് എപ്പിക്. എപ്പോഴും അതിനകത്ത് ഫൈറ്റ് കാണും, ഹീറോയുടെ ഡീഡ്സ് കാണും, ആ ഹീറോ സ്ട്രഗിൾ ചെയ്ത ഹീറോയിക് ഡീഡ്സ് ഇതെല്ലാം എപ്പിക്കിനകത്ത് വരും. ഇനി ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഫിലിമുണ്ട് കൽക്കി, നിങ്ങൾ ആ ഫിലിം കണ്ടിട്ടുണ്ട്. അതൊരു എപ്പിക് സ്റ്റോറി. ഇറ്റ് ഓൾ അബൌട്ട് ദ ലെജൻഡറി ഹീറോസിനെ പറ്റി വർണ്ണിക്കുന്നതാണ്. ബാഹുബലി പോലത്തെ ഫിലിംസ് അതൊക്കെ എപ്പിക്കിനകത്ത് വരുന്നതാണ്. സോ എപ്പിക് ഈസ് എ ലോങ് നറേറ്റീവ് പോയമായിരിക്കും. എപ്പോഴും അതൊരു ലോങ് നറേറ്റീവ് പോയമായിട്ട് വരാറുണ്ട് ലിറ്ററേച്ചറിനകത്ത്. സംടൈംസ് നോവലായിട്ട് വന്നിട്ടുണ്ട്. ദെൻ ഇത് പറയുന്നത് ഹീറോയിക് ഡീഡ്സ് ആണ്. ഒരു ഹീറോയുടെ ഡീഡ്സ്, അദ്ദേഹത്തിൻ്റെ ആ വാറിൽ അകപ്പെട്ടിട്ടുള്ള ആ ഒരു ആ മൊത്തം സ്റ്റോറീസിനെ പോർട്രേ ചെയ്ത് പറയുന്നതാണ് എപ്പിക് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എപ്പിക്കിനകത്ത് കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റുകൾ എന്തൊക്കെയാ ചോദിച്ചാൽ മിത്തോളജി. മിത്തെന്ന് പറഞ്ഞാൽ എന്താ? ഹിന്ദു മിത്തോളജീസ്. അപ്പം രാമായണം ഒരു എപ്പിക്കാണ്, മഹാഭാരത് ഒരു എപ്പിക്കാണ്, കൽക്കി ഈസ് ഓൾസോ ബിലോങ്സ് ടു ഹിന്ദു മിത്തോളജിക്കൽ ഐഡിയാസ്. സോ അതുകൊണ്ട് തന്നെ എപ്പിക്കിൻ്റെ പൂർണ്ണമായ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എപ്പിക്കിനകത്ത് എപ്പോഴും വരുന്ന സബ്ജക്റ്റുകൾ ഏതാണെന്ന് ചോദിച്ചാൽ മിത്തുണ്ട്. പിന്നെ ഹീറോയിക് ലെജൻഡ്സ്, ഹിസ്റ്ററീസ് വരുന്നത്, റിലീജിയസ് ടെയിലുകൾ വരും, ആനിമൽസിനെ പറ്റി പറയാറുണ്ട്. അപ്പം രാമായണം മഹാഭാരതം ഒക്കെ എടുക്കുമ്പോൾ അതായത് മൊത്തത്തിലൊരു ഓർണമെൻറ്റേഷനിൽ ട്രഡീഷനെ കാണിക്കുന്നതാണ് എപ്പിക്. എപ്പിക് എപ്പോഴും ഡീല് ചെയ്യുന്നത് ട്രഡീഷനാണ്. ലെജൻഡറി നറേറ്റീവ്സ് ഓഫ് ദ ഓൾഡ് ഏജ് ട്രഡീഷനാണ് എപ്പിക്കിനകത്ത് കൂടുതലും കാണാൻ കഴിയുന്നത്. ഇനിയും എപ്പിക്കിനകത്ത് വാരിയേഴ്സ് ഓഫ് ദ ഹീറോയുടെ ആക്ഷൻ, ആ ഹീറോയുടെ സാക്രിഫൈസുകൾ, ഹീറോയുടെ ബിഹേവിയർ. ഫോർ എക്സാമ്പിൾ ഞാൻ പെട്ടെന്നൊരു എളുപ്പത്തിൽ അറിയാൻ വേണ്ടി പറയാം. രാമായണം എടുത്തു നോക്കുമ്പോൾ രാമനും അസുരനും ഉണ്ട് അതിനകത്ത്. ഇതിനകത്ത് രാമനാണ് ഇവിടുത്തെ ലെജൻഡറി ഹീറോ, അസുരനെ ഒരു ആൻറ്റി ഹീറോ ആയിട്ടും പോർട്രേ ചെയ്യുന്നു. ഇവിടെ രാമൻ്റെ ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിളുകൾ, ഡീഡ് ഇതെല്ലാം നമുക്ക് കാണാം. ഫൈനലി സാക്രിഫൈസ് ഓഫ് രാമൻ രാജ്യത്തിന് വേണ്ടി എല്ലാം സാക്രിഫൈസും ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം ഒരു എപ്പിക് ട്രഡീഷൻ്റെ ഭാഗമാണ്. ഇനി അടുത്ത ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, എപ്പിക് എപ്പോഴും അരിസ്റ്റോക്രാറ്റിക് ഫാമിലീസായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ആ സമയത്ത് ട്രഡീഷൻസ് ഓഫ് അരിസ്റ്റോക്രാറ്റിക് ഫാമിലി, പൂവർ പീപ്പിളിൻ്റെ സ്റ്റോറി ഒരിക്കലും എപ്പിക്കിനകത്ത് വന്നിട്ടില്ല. എപ്പിക് കഥകളിൽ, എപ്പിക് പോയങ്ങളിൽ പൂവർ പീപ്പിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നിട്ടില്ല. ജാതിപരമായിട്ടും എല്ലാ തരത്തിലും ഉയർന്ന തരത്തിൽ നിൽക്കുന്ന ആൾക്കാരെ ചിത്രീകരിച്ചാണ് എപ്പോഴും എപ്പിക്കുകൾ എഴുതാറുള്ളത്. സോ ദിസ് ഈസ് എ ഷോർട്ട് ഇൻട്രോ അബൌട്ട് എപ്പിക്. എപ്പിക് എന്ന് പറയുന്ന ആ ഒരു ജോണറിൻ്റെ ഒരു ഷോർട്ട് ഇൻട്രോ ആണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ഒരു യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അതാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഏരിയ. അപ്പോൾ ആദ്യം നമ്മൾ എപ്പിക്കിനെ പറ്റി പറഞ്ഞു. യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു യൂറോപ്പിലെ എല്ലാ രീതിയിലും, യൂറോപ്പിലെ എല്ലാ ലിറ്റററി യോണേഴ്സിനെയും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ വന്നത്. യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ആ സമയത്തെ ക്ലാസിക്കൽ ലിറ്ററേച്ചറുകളായ ഇലിയഡ്,
ഒഡീസി ഇങ്ങനെയുള്ള വർക്കുകൾ വരുന്നത് കൊണ്ടാണ് ഈ പേപ്പറിനെ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞത്. യൂറോപ്യൻ ലിറ്ററേച്ചർ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിനകത്ത് ന്യൂ റൈറ്റിങ്സ് വരും. യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ആ ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റി ഏതാണ്, ഒരു ട്രഡീഷണൽ കമ്മ്യൂണിറ്റീസ്, ഇലിയഡ് പോലത്തെ റൈറ്റിങ്സ്, മോഡേണിസം ഒന്നുമല്ല, ക്ലാസിക്കൽ ട്രഡീഷനെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് അതിനെ നമ്മൾ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞത്. സോ ഇതാണ് ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് യൂറോപ്യൻ ലിറ്ററേച്ചർ ആൻഡ് എന്താണ് എപ്പിക് ട്രഡിഷൻ. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇലിയഡാണ്. സോ ആ ഒരു PDF ഫോണിൽ ഓൺ ചെയ്ത് വെക്കുക. ലിറ്റ് ചാർട്ട് എന്ന് പറയുന്ന ഒരു നോട്ടാണ്, അതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. സോ അവിടുത്തെ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇറ്റ്സ് ഡീലിംഗ് ഓൾ അബൌട്ട് ദ ബ്രീഫ് ബയോഗ്രഫി ഓഫ് ഹോമർ. ഹോമറിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറയുക. ഹോമറിനെ പറ്റി അധികം ആരൊന്നും കേട്ടിട്ടില്ല, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല, അങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. ചിലർ പറയുന്നു ഹോമർ എന്ന് പറയുന്ന ഒരു സ്യൂഡോണിമാണ്, അതായത് ആ സമയത്തുള്ള ഒരുപാട് പോയറ്റുകൾ എഴുതിയിട്ട് ഹോമർ എന്നൊരു പേരിറക്കിയതാ. അങ്ങനെ പല കഥകൾ ഹോമറിനെ പറ്റി കേൾക്കുന്നുണ്ട്. സോ ബ്രീഫ് ഹിസ്റ്ററിയാണ് നമ്മുടെ ബയോഗ്രഫിയാണ് നമ്മുടെ റൈറ്ററിനെ പറ്റി നോക്കാം. വെർച്വലി നത്തിങ് ഈസ് നോൺ ഓഫ് ഹോമേഴ്സ് ലൈഫ്. ഞാൻ പറഞ്ഞ പോലെ വെർച്വലായിട്ട് ആരും ഒന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് ഹോമർ എന്ന് പറയുന്ന വ്യക്തിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ ലൈഫ് ആൻഡ് ഹിസ്റ്ററിനെ പറ്റി എങ്ങുമില്ല. Many people believed no such person ever existed and that Homer is a pseudonym uniting the words of many authors from various time periods. അപ്പോൾ അവർ പറയുന്നത് എല്ലാവരുടെയും ബിലീഫാണ്, കുറച്ച് പേര് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ദർ ഇസ് നോ പേഴ്സൺ ഇസ് എക്സിസ്റ്റഡ്, അങ്ങനെ ഒരു വ്യക്തി ഇല്ല എന്ന് പറയുന്നു. അതുകൂടാതെ ഹോമർ എന്ന് പറയുന്നത് ഒരു സ്യൂഡോണിമായിട്ട് ആൾക്കാർ ഉപയോഗിച്ചതാണെന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് കുറച്ച് പേര് ഈ സ്യൂഡോണിം എന്ന് പറഞ്ഞാൽ തൂലികാ നാമം എന്നാണ് മലയാളത്തിൽ. ഫോർ എക്സാമ്പിൾ ഞാനൊരു 2-3 പോയം എഴുതിയിട്ട് ഞാൻ വേറെ ആരുടെയെങ്കിലും പേരിൽ അത് പബ്ലിഷ് ചെയ്യുന്നതിനാണ് സ്യൂഡോണിം. അപ്പോൾ കുറച്ച് പേര് പറയുന്നു ഹോമർ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഏതോ ആൾക്കാർ എഴുതിയിട്ട് ഈ പേരിട്ടതാണെന്നും പറയുന്നവരുണ്ട്. Others believe that he was a blind court singer in the 8th century BC. കുറച്ച് പേര് പറയുന്നത് ഇദ്ദേഹം ഒരു കോർട്ട് സിംഗറാണ്. കോർട്ട് എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ സദസ്സിൽ പാടുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഓൾസോ അദ്ദേഹം ബ്ലൈൻഡ് ആണെന്നും കുറച്ച് പേര് വിശ്വസിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഇലിയഡിനെ പറ്റി ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. ഇലിയഡ് എന്ന് പറയുന്ന പോയം എഴുതാൻ ആയ സാഹചര്യം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ദിസ് വർക്ക് ഇലിയഡ്. So the historical context. The events described in the Iliad refer to the Trojan War, a semi-mythical conflict that was supposedly waged sometime between 13,000 and 100 BC. ഓക്കെ, അപ്പം ഇലിയഡ് എന്ന് പറയുന്ന ഈ വർക്ക് ഏതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ട്രോജൻ വോർ. ട്രോജൻ വോർ എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്, താഴോട്ട് പോകുമ്പോൾ നമ്മൾ നോക്കും. നിങ്ങൾക്ക് പെട്ടെന്നൊരു ഐഡിയ ആയിട്ട് പറയാം. ട്രോജൻ വാറിനെ നിങ്ങൾ രാമായണമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. രാമായണത്തിൽ സീതാദേവി, രാമനും രാവണനും ഉണ്ട്. രാമനാണ് അവിടുത്തെ മിഥിലയിലെ കിങ്ങും, സീത ക്വീനാണ്. രാവണൻ ഈസ് കമ്മിങ് ഫ്രം ലങ്ക ആൻഡ് ഹീ ഈസ് അനദർ ഹീറോ ഇൻ ലങ്ക. ലങ്ക സ്ഥലത്തെയാണ് രാവണൻ. ഈ രാവണന് സീതയോട് ഉള്ള അഗാധമായ സ്നേഹം മൂലം രാവണൻ സീതയെ അബ്ഡക്റ്റ് ചെയ്യുകയാണ്, അതായത് തട്ടിക്കൊണ്ട് ലങ്കയിലേക്ക് കടക്കുന്നു. ആസ് പാർട്ട് ഓഫ് ദാറ്റ് എ വോർ ഹാപ്പൻസ്. അപ്പോൾ ഈ ഒരു ആസ്പദം വാട്ട് ഇസ് ദാറ്റ്, ഈ ഒരു കാരണത്താൽ ഒരു ട്രോജൻ വാർ, ഒരു
സ്ത്രീക്ക് വേണ്ടി, ഒരു പെണ്ണിന് വേണ്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടായ യുദ്ധങ്ങളിൽ ഒന്നായിട്ട് വരും ഇലിയഡ്, ഒഡീസി, മഹാഭാരതം, രാമായണം. ഇതെല്ലാം സ്ത്രീ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ആസ്പദമാക്കിയുള്ള ഫൈറ്റിംഗ് ആണ് അവിടെ മൊത്തം നടക്കുന്നത്. അപ്പോൾ ഇലിയഡും ഇതുപോലത്തെ ഒരു സ്റ്റോറിയാണ്. രാവണനെ പോലെ ഒരാളുണ്ട്. പക്ഷേ ഇലിയഡിനകത്തുള്ളൊരു ഡിഫറൻസ്, ഇതിനകത്തെ ഹെലൻ ഓഫ് സ്പാർട്ട, മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിമൻ ഇൻ ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. അവരോടാണ് നമ്മുടെ ആൻറ്റി ഹീറോയ്ക്ക് ഇഷ്ടം തോന്നുന്നത്. പക്ഷേ ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്കും താല്പര്യമുണ്ടായിട്ട് ഇറങ്ങിപ്പോയതാണെന്ന് പറയുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ രാമായണത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറൻസ്. അതേ ഒരു പ്ലോട്ടാണ് ഇവിടെയും കാണുന്നത്. എനിവേ, ഈ സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ട്രോജൻ വാറിലാണ് ഈ ഒരു സ്റ്റോറി അല്ല, ഈ ഒരു വർക്ക്, ദ ഇലിയഡ് എന്ന് പറയുന്ന എപ്പിക് പോയം നടക്കുന്നത്. അതിൻ്റെ കാലഘട്ടം സെമി മിത്തിക്കൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവിടെ. മിത്തിക്കൽ കോൺഫ്ലിക്റ്റ്, അതായത് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള യുദ്ധം. ഫോർ ഹോമർ, the events of war would have taken place long ago. The fact of the war would have been passed down through the ancient Greek oral tradition, to which Iliad owes to great deal. Whether or not to refer to Iliad reveals event is still is open question. Subject is heated debates. Okay. അപ്പോൾ ഇവിടെ ഈ ഒരു വോറിൻ്റെ ഇതിലാണ് നടക്കുന്നത്. ഇനിയും ഈ സമയത്ത് ഏൻഷ്യൻ്റ് ഗ്രീസിൽ നടന്ന ഈ വോറുകൾ നമ്മൾ മനുഷ്യൻ്റെ ഇടയിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഓറൽ ട്രഡീഷനാണ്. ഓറലി ആൾക്കാർ ഇത് പറഞ്ഞു പോയതാണ്. ഇങ്ങനെ വോറുണ്ട്, ഹെലനോസ് പോട്ട. സോ ലിറ്ററേച്ചറിലെ വേറൊരു ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റാണ് ഓറൽ ട്രഡീഷൻ. പണ്ട് കാലത്തെ വർക്കുകളെല്ലാം ഓറലി ട്രാൻസ്മിറ്റ് ചെയ്തതാണ്. നമ്മൾ മലയാളത്തിൽ പാണൻ പാട്ടുകളെന്ന് പറയും, ബാലഡ്. നമ്മുടെ ഉണ്ണിയാർച്ച, പിന്നാരാ ഒരു വ്യക്തി ഉണ്ടല്ലോ ഉണ്ണിയാർച്ചയുടെ കൂടെ തന്നെ ഉള്ള, പഴശ്ശിരാജ, പിന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സ്റ്റോറി നമ്മൾ അറിഞ്ഞത് പാണൻ പാട്ടുകളിൽ കൂടെയാണ്. ഉണ്ണിയാർച്ചയുടെ പാട്ടുകൾ ഇതൊക്കെ പാടി ഒരു ബുക്കുകളായി അല്ലെങ്കിൽ ട്രഡീഷനായിട്ട് മാറിയതിനെയാണ് ഓറൽ ട്രഡീഷൻ. ഇലിയഡൊക്കെ അതുപോലെ തന്നെ വരുന്നതാണ്, ആ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. ഇനി ഇലിയഡിൻ്റെ ചില ഇവൻസുകൾ ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെയുള്ള ഡിബേറ്റുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. നിങ്ങളതൊന്നും നോക്കണ്ട, ഇത് ഏത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലാണെന്ന് മാത്രം അറിയുക. ട്രോജൻ വോറിലാണ്. ആ വോറിൻ്റെ ടൈം പീരീഡ് അറിയുക. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു സെമി മിത്തിക്കൽ കോൺഫ്ലിക്റ്റ് ആണെന്നും എഴുതിയാൽ മതി. ഇനി റിലേറ്റഡ് ലിറ്റററി വർക്ക്സ്, ഈ പറയുന്ന ഇലിയഡ് പോയത്തിൻ്റെ കൂടെ കണക്ഷനുള്ള വർക്കുകളാണ് അടുത്തത് പറയുന്നത്, ഒഡീസി. അതുകൊണ്ട് തന്നെ ഹോമറിൻ്റെ ഇലിയഡ് ആൻഡ് ഒഡീസി എന്നാണ് ഒരുമിച്ച് പറയുന്നത്. നിങ്ങൾക്ക് ഒഡീസിയും പഠിക്കാനുണ്ട്, ഇലിയഡും പഠിക്കാനുണ്ട്. ദ ഒഡീസി, അനദർ എപ്പിക് പോയം attributed to Homer, also follows the cycle of myth about the Trojan War. ഒഡീസിയിലും ഈ ട്രോജൻ വാറിൻ്റെ ഒരു മിത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. The Odyssey takes place after the event of Iliad. ഇലിയഡിൽ നടന്ന കാര്യങ്ങൾക്ക് ശേഷമുള്ളതാണ് ഒഡീസിയിൽ കാണുന്നത്. എന്താണ് ആദ്യം ഇലിയഡിൽ കണ്ടത് അതിൻ്റെ ബാക്കിയാണ്. അതായത് നമ്മൾ പറയുന്ന പോലെ ബാഹുബലി 1, ബാഹുബലി 2 എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒന്നിൽ എന്താണ് നടന്നത് അതിൻ്റെ ബാക്കിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലാണ് ഒഡീസിയും നടക്കുന്നത്. ദെൻ Odyssey takes place after the events of Iliad, focusing on the hero Odysseus' troubled homecoming from Troy. ഇനി ഒഡീസിക്കകത്ത് വേറൊരു കഥയാണ് പറയുന്നത്. ട്രോജൻ വാറിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒഡീസിയുടെ കഥയാണ്. അപ്പം ഇലിയഡിനകത്ത് ട്രോജൻ വാറിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ആ ട്രോജൻ വാറിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഒഡീസി, ദ കിങ് ഒഡീസിയസ്. ആ ട്രോജൻ വാറിന് ശേഷം ഹോം കമ്മിങ്, നാട്ടിലേക്ക് വരുന്ന ആളുടെ കഥയാണ് ഒഡീസിയിൽ പറയുന്നത്. The two epic poems, together at the oldest example of epic poem form in Western literature and generally considered to be the first literary work of Greek antiquity. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോയമാണ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എപ്പിക് ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പം നെറ്റ് എക്സാം
ഒക്കെ അപ്പിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഓർത്ത് വെക്കാം. വാട്ട് ആർ ദ 2 ഗ്രേറ്റ് എപ്പിക്സ് ഇൻ ലിറ്ററേച്ചർ എന്ന് ചോദിച്ചാൽ ഇലിയഡ് ആൻഡ് ഒഡീസി റിട്ടൺ ബൈ ഹോമർ എഴുതുക. ഇനി ഓക്കെ, അത്രയുമാണ് വർക്കിനെ പറ്റി പറയാനുള്ളത്. ഈ കീ ഫാക്റ്റുകൾ നിങ്ങൾ നോക്കണ്ട, എക്സ്ട്രാ ക്രെഡിറ്റ് അതൊന്നും അറിയണ്ട. ഇനി ക്യാരക്ടേഴ്സിനെ പറ്റി പറയുന്നത് ആദ്യം, അത് കഴിഞ്ഞിട്ടേ ഞാൻ കഥ വർണ്ണിക്കാറുള്ളൂ. സോ നെക്സ്റ്റ് ക്യാരക്ടേഴ്സ്. അപ്പം എന്ത് പഠിച്ചാലും, ലിറ്ററേച്ചറിലുള്ള എന്ത് കാര്യങ്ങൾ പഠിച്ചാലും ബാക്ക്ഗ്രൗണ്ട് പഠിക്കുക, ദെൻ ഓതറിനെ പറ്റി അറിയുക. ഇത് നൗ the major characters of the work, the Iliad. The main characters are Achilles, Hector, Zeus, Agamemnon, Hera, Thetis, Paris. These are the major characters. Minor characters are Patroclus, Priam, Apollo, Athena, Poseidon, Aphrodite, Diomedes, Great Ajax, Odysseus, Nestor, Menelaus, Hephaestus, Helen, Xanthus, Sarpedon, Chryses, Chryses, then Aeneas, Little Ajax, Iris, Ares, Idamons. ഇതെല്ലാം ഒന്നും പഠിക്കുകയൊന്നും വേണ്ട, ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സിനെ മാത്രം അറിയുക. ദെൻ Thersites, Calchas, Teucer, Meriones, Pandras, Briseis, Galacus, Sleep, Phoenix, Thenylus, Andromache, Antilochus, Menestatius, Polydamas, Dolon, Artemis, Acindax, then Hecuba, Antenor, Macon, Deiphobus, Helenus, Pylas, Dion, Leto, Lycon, Euphobus and Automedon. ഇതെല്ലാം കേട്ടിട്ട് കണ്ണുകൾ മുകളിലേക്ക് പോകണ്ട. നമുക്ക് മേജർ ക്യാരക്ടേഴ്സിനെ വെച്ച് ഈ സ്റ്റോറി അറിയണം, ഈ പോയം പഠിക്കണം. അതിനകത്ത് ഹെലൻ എന്ന് പറയുന്ന ആൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. എനിവേ, Achilles is the protagonist of the Iliad. What is called protagonist? ആർക്കെങ്കിലും അറിയാമോ എന്താണ് പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ? മെയിൻ ക്യാരക്ടർ. യെസ്, ഹീറോ. അതായത് ഏത് ഒരു കഥയിലെയും പ്രൊട്ടാഗണിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ദ ഹീറോ, ദ മെയിൻ ക്യാരക്ടർ. യെസ്, സോ Achilles is the protagonist of the Iliad. And the story centers on his rage and anger against Agamemnon. അപ്പം ഈ സ്റ്റോറി സെൻറ്റർ ചെയ്യുന്നത് മൊത്തം ഇദ്ദേഹത്തോടുള്ള ദേഷ്യത്തിലോട്ടാണ്. അതാരാ? അഗാംനോൻ. അപ്പോൾ അഗാംനോനെ അടുത്ത് നമ്മൾ നോക്കും ഇത് വായിച്ചിട്ട്. അപ്പോൾ അഖൈലസ് ആണ് സ്റ്റോറിയുടെ പ്രൊട്ടാഗണിസ്റ്റ്. ഈ ഒരാളുടെ മൊത്തം ക്യാരക്ടർ സെൻറ്റർ ചെയ്ത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ദേഷ്യം, അദ്ദേഹത്തിൻ്റെ ഒരു പ്ലൈറ്റ് ആരോടുള്ളതാണ്? അഗാംനോൻ. The son of immortal sea nymph Thetis and the Phaeacian king Phyleus. അഗാംനൻ ആരാണ്? ഒരു സീ നിംഫിൻ്റെ, ഇമ്മോർട്ടലായിട്ടുള്ളൊരു സീ നിംഫ്. ഇതെല്ലാം മിത്തോളജിയാണ്. മരണമില്ലാത്ത ഒരു സീ നിംഫിൻ്റെ മകനും എന്നാണ്. ആൻഡ് ദ പൈഥാനിയൻസ് കിങ് Phyleus. Achilles is by far the greatest warrior of Trojan War. നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് അഖൈലസ് ഒരു പ്രൊട്ടാഗണിസ്റ്റ് ആണ്, ഈ സ്റ്റോറി സെൻറ്റർ ചെയ്യുന്നത് എഴുതുക. നെക്സ്റ്റ് ഇതാണ് എഴുതുന്നത്, അഖൈലസ് is by far greatest warrior of Trojan. സോ ട്രോജനിലെ വൺ ഓഫ് ദ ഗ്രേറ്റ് വാരിയർ ആണ് ആര്? അഖൈലസ്. അപ്പം ഈ അഖൈലസിനെ നമുക്ക് എന്തായിട്ട് പറയാം? നമുക്ക് വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കണമെങ്കിൽ ഈ അഖൈലസിനെ നമുക്ക് നമ്മുടെ ആരായിട്ട് പറയാം? രാവണനായിട്ട് വേണമെങ്കിൽ ചിത്രീകരിക്കാം. സോ അഖൈലസ് മദർ Thetis tells him that he has a choice of two fates. Either he had died a young and glorious death as Troy,
or he can return home and live a long but unremarkable life. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ഫെയ്റ്റ്, പണ്ടെല്ലാവരും പറയുന്നത് മിത്തോളജിക്കകത്തൊക്കെ ഇങ്ങനെ ഫെയ്റ്റുകൾ എഴുതി വെക്കും. നമ്മുടെ ഹിന്ദുവിനെയൊക്കെ വെച്ച് പറയുന്ന പോലെ ജാതകം എന്നൊക്കെ പറയുന്ന പോലെ ചിലർ എഴുതി വെച്ചേക്കുന്നതിനകത്ത് അഖൈലസിനുള്ളത് എന്തായിരുന്നു ചോദിച്ചാൽ അഖൈലസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ അമ്മ, നിന്റെ മരണം ഒന്നെങ്കിൽ നല്ല യങ് ആയിട്ട് ഗ്ലോറിയസ് ആയിട്ടുള്ള ഡെത്ത് ആയിരിക്കും നിനക്ക്, അതർവൈസ് നീ തിരിച്ചു വന്ന് വീട്ടിൽ ലിവ് എ ലോങ് ബട്ട് അൺറിമാർക്കബിൾ ലൈഫ്, ആർക്കും ഒരു ഉപകാരമില്ലാതെ ജീവിച്ച് മരിക്കും. അങ്ങനെയുമാണ് ഇവൻ്റെ ഒരു ഫെയ്റ്റ്. അഖൈലസ് ചൂസ് ദ ഫോമർ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണമല്ലോ. അവൻ ആദ്യം, ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ്, അവൻ ആദ്യത്തെ ചൂസ് ചെയ്യും. ഏതാണ്? ഹി ക്യാൻ ഡൈ എ യങ് ആൻഡ് ഗ്ലോറിയസ് ഡെത്ത് അറ്റ് ട്രോയ്. അവന് ട്രോയിൽ യങ്ങായിട്ട് തന്നെ ഗ്ലോറിയസ് ഡെത്ത് വേണമെന്നാണ് ആഗ്രഹിച്ചത്. എന്തുകൊണ്ടാണ് യങ്ങായിട്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ചത്? പ്രായമാകുമ്പം ഒരുപാട് കഷ്ടപ്പെടും, അതുകൊണ്ട് എനിക്ക് യങ് ഡെത്ത് വേണമെന്ന് അവൻ ആഗ്രഹിച്ചു. When Agamemnon takes the girl Briseis away from him, Achilles' horror is wounded and he refuses to fight. അപ്പോൾ ഈ ബ്രിസൈസ് ഒക്കെ എന്താണ് നമ്മൾ താഴെ നോക്കും. അഗാംനോൻ എന്ത് ചെയ്തു? ഹൂ ഇസ് അഗാംനോൻ? താഴെയുണ്ട്. അദ്ദേഹം ഇവൻ്റെ അടുത്തുള്ള നിന്നും ഈ ഗേളിനെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെ ഉണ്ടായപ്പം അവൻ്റെ അഭിമാനം വ്രണപ്പെട്ടു എന്ന് പറയും, വൂണ്ടഡ് ആൻഡ് റെഫ്യൂസ് ടു ഫൈറ്റ്. അവൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. After the death of Patroclus, Achilles emerged from battle and slay many Trojans including Hector. അപ്പം അഖൈലസ് പട്രോക്കലസിനെ കൊല്ലുന്നു. അങ്ങനെ ഒരുപാട് പേരെ ബാറ്റിൽ ചെയ്ത് ട്രോജൻ വോൾ കൊല്ലുന്നു, ഇൻക്ലൂഡിങ് ഹെക്ടർ. അപ്പോൾ ഈ ക്യാരക്ടർ എല്ലാം ഇന്ന് നമ്മൾ താഴെ നോക്കാൻ പോവുകയാണ്. അപ്പോൾ അഖൈലസ് എന്താണെന്നൊന്ന് അറിഞ്ഞു വെക്കണം. നിങ്ങളപ്പോൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, ഓരോ ക്യാരക്ടേഴ്സിനെ എഴുതിയിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന സെൻറ്റൻസുകൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ഈ ക്യാരക്ടറാണെന്ന് മറക്കരുത്. ആ ലിങ്കും നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഇനി അഗാംനനെ നോക്കാം. കാരണം അഖൈലസിന് റേഞ്ച് ആൻഡ് ആങ്കർ ഉള്ളത് അഗാംനൻ ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആദ്യം ഇനി അയാളെ നോക്കാം. അഗാംനൻ ആരാണ്? കിങ് ഓഫ് മൈസിനെ എന്ന് പറയും, അല്ലെങ്കിൽ സീനെ എന്ന് പറയാം. ആൻഡ് ലീഡർ ഓഫ് അഖേയൻ ആർമീസ്. ഇദ്ദേഹമാണ് അവിടുത്തെ കിങ്, ആ ആർമിയുടെ ലീഡറുമാണ്. അഗാംനൻ ഈസ് ദ വെൽത്തിയസ്റ്റ് ഓഫ് എനി ഓഫ് ദ ഏക്കൻ കിങ്സ് ആൻഡ് ഓൾസോ കമാൻഡ് ദ ലാർജസ്റ്റ് ആർമി. സോ ഏക്കൻ എന്നാണ്, അല്ലെങ്കിൽ ഏച്ചൻ എന്ന് പറയാം. അവിടുത്തെ വെൽത്തിയസ്റ്റ് കിങ് ആണ് അഗാംനോൻ. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആർമീസ് ഉണ്ട്. സോ ഈസ് എ കമാൻഡർ ഓഫ് ഓൾ ദ ലാർജസ്റ്റ് ആർമി. However, his leadership can be questionable at times. എന്തൊക്കെയാണെന്ന് വെച്ചാലും ഇദ്ദേഹം ഒരു എല്ലാ വെൽത്തും ഉള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇത്രയും ലീഡർഷിപ്പ് ലീഡ് ചെയ്യുന്ന ആളൊക്കെയാണെന്ന് പറഞ്ഞാലും ഇദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആർമീസിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം, ദേ ആർ ഓൾവേസ് ക്വസ്റ്റ്യനിങ് ഹിം. He quarrels with Achilles, and more than one he suggested that Achan should sail for home in defeat. ഇനി ഇദ്ദേഹത്തിന് അഖൈലസുമായിട്ടൊരു ക്വാറലാണ്. ക്വാറൽ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം, ഒരു ക്വാറൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു തർക്കമാണ് എപ്പോഴും ഉള്ളത്. ആൻഡ് മോർ ദാൻ വൺ ഹി സജസ്റ്റഡ് ദാറ്റ് ഏക്കൻ ഷുഡ് സെയിൽ ഫോർ ഹോം ഇൻ ഡിഫീറ്റ്. എന്നിട്ട് ഇവൻ പറഞ്ഞു, ഡിഫീറ്റ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടം വിട്ട്, ഞങ്ങളുടെ രാജ്യം വിട്ട് പോകും എന്നുള്ള ഒരു കമൻറ്റും ഇദ്ദേഹം അഗാംനൻ അഖൈലസിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഹെക്ടറാണ് മൂന്നാമത് നമ്മൾ മേളിൽ കണ്ട ക്യാരക്ടർ. ഹെക്ടറിനെ പറ്റി നോക്കാം. ഒത്തിരി കൺഫ്യൂസ്ഡ് ആവണ്ട, ഞാൻ പതുക്കെയേ ഇലിയഡ് എടുക്കത്തുള്ളൂ. ബിക്കോസ് ഇലിയഡ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കോംപ്രിഹെൻഡ്. ഇച്ചിരി സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ട്രോജൻ വാറിൽ ഹെലനോസ് സ്പാർട്ടയോട് ഇഷ്ടം തോന്നുന്നു, ഹെലനോസ് സ്പാർട്ടേനെ കൊണ്ടുപോകുന്നു. അപ്പം കിങ്ങിന്, ഹെലനോസ് സ്പാർട്ടയുടെ ഹസ്ബൻഡ്, ആ കിങ്ങിന് ഉണ്ടാവുന്ന പ്ലൈറ്റ്, അതിൽ ഒരു സ്ത്രീയുടെ ഒരു എന്താ മലയാളം എങ്ങനെ, അതിനെതിരായിട്ടുള്ള ഒരു യുദ്ധം, ഇതൊക്കെയാണ് ഒരു പ്ലോട്ട്. പക്ഷേ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പതുക്കെ പോകത്തുള്ളൂ. സോ ഹെക്ടർ. ഇനി ഹെക്ടർ ആരാ നോക്കാം. ദ എൽഡസ്റ്റ് പ്രിൻസ് ഓഫ് ട്രോയ് ആൻഡ് ദ ഹെയർ ടു ദ ത്രോൺ. സോ ട്രോയിലെ
എൽഡസ്റ്റ് കിങ് ആണ് ഹെക്ടർ. ഏറ്റവും പ്രായം ചെന്ന കിങ് ആണ് ഹെക്ടർ. ഇനിയും അനന്തര അവകാശി, അതായത് രാജ്യം ഭരിക്കാൻ, ത്രോൺ കയ്യിലെടുക്കാൻ ഉള്ള അടുത്ത അവകാശിയും കൂടാണ് ഹെക്ടർ. ഹെക്ടർ ഈസ് ബ്രേവ് വാരിയർ ആൻഡ് എ തോട്ട്ഫുൾ ലീഡർ. ഹെക്ടർ വളരെ ബുദ്ധിപരമായിട്ടും വളരെ ഇൻ്റലക്ച്വലായിട്ടും ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ഹി ഈസ് ഓൾസോ എ ഡിവോട്ടഡ് ഹസ്ബൻഡ് ആൻഡ് ഫാദർ ആൻഡ് ഈസ് വെരി കൺസേൺ ഫോർ ദ സർവൈവൽ ഓഫ് ട്രോയ്. ഇദ്ദേഹം ഒരു ഡിവോട്ടിയാണ്, അതായത് ഭാര്യയും ഇല്ല, മകളും നഷ്ടപ്പെട്ട ഒരു അച്ഛനായിട്ടും ഭർത്താവായിട്ടും നമുക്ക് ഇദ്ദേഹത്തെ കാണാൻ കഴിയുന്നുണ്ട്. ഇദ്ദേഹം ട്രോയിയുടെ സർവൈവലിന് വേണ്ടി ഭയങ്കരമായിട്ട് കൺസേൺ ചെയ്ത് നിൽക്കുന്ന ആളാണ്. വിച്ച് മീൻസ് എൻ്റെ രാജ്യം എനിക്ക് എപ്പോഴും പ്രിസർവ് ചെയ്യണം എന്നുള്ള വിചാരമുള്ള ഒരു വ്യക്തിയാണ്. അണ്ടർ ഹിസ് ലീഡർഷിപ്പ് ദ ട്രോജൻ പുഷ് ദ Achaeans back to their ship. After Hector killed Patroclus, Achilles killed ഹെക്ടർ ഫോർ റിവെഞ്ച്. ഇനി ട്രോജൻ വോറിൽ അക്കൈൻസിനെ അടിച്ച് വീഴ്ത്തി ഇവർ ഷിപ്പിലേക്ക് കയറ്റി വിട്ടിരുന്നു. ആര്? ട്രോജൻസ്. ട്രോജൻസ് ആരാ? ഇവർ ഇത്രയും പേര്. ഇനിയും ഹെക്ടർ പെട്രോക്കലസിനെ കൊല്ലുന്നുണ്ട്. പക്ഷേ അഖൈലസ് ആരാ? അഖൈലസ് ഹെക്ടറിനെ കൊല്ലും, അതായത് റിവെഞ്ചിനാണ്. അപ്പോൾ അഖൈലസിന് ഹെക്ടറിനോട് എന്തിനാണ് റിവെഞ്ച് വന്നത് എന്ന് നമ്മൾ അറിയണം. എന്തായിരിക്കും അഖൈലസിന് ഹെക്ടറിനോട് റിവെഞ്ച് വരുന്നത്? എവിടെയെങ്കിലും വായിച്ചു കേട്ടോ അത്? നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ എന്തിനായിരിക്കും അഖൈലസ് ഹെക്ടറിനെ കൊന്നതെന്ന്? ഓക്കെ, സാരമില്ല, നമുക്ക് നോക്കാം. യെസ്. ദെൻ അടുത്തത് സിയൂസ് ആണ്. ദ കിങ് ഓഫ് ഗോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സിയൂസ് പവർ ഗ്രേറ്റ്ലി എക്സീഡ്സ് ഹിസ് ഫ്യൂ ഇമ്മോർട്ടൽസ്. ദ ഫേറ്റ് ഓഫ് ദ വാർ ഇസ് ചേഞ്ച്ഡ് വെൻ സിയൂസ് പ്രോമിസസ് Thetis that he will give glory to Achilles by turning the war against the Achaeans. Hera is his wife, and Apollo, Athena, and Ares are among his many children. അപ്പോൾ സിയൂസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഗോഡാണ്, ഗ്രീക്ക് ഗോഡ് അല്ലെങ്കിൽ കിങ് ഓഫ് ഗോഡ്, ദൈവങ്ങൾ രാജാക്കന്മാരെ ഭരിക്കുന്ന ഗോഡാണ്. ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള പവേഴ്സ് ഉണ്ട്. ആൾക്കാരെ ഇമ്മോർട്ടലാക്കാൻ കഴിവുള്ള വ്യക്തിയാണ്, മരണമില്ലാത്തവരായിട്ട് ആക്കാൻ കഴിവുള്ള വ്യക്തിയാണ് സിയൂസ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രോമിസാണ്, അതായത് അഖൈലസ് ഏതൻസിനെ വോറിൽ തോൽപ്പിക്കും എന്നൊരു ഇദ്ദേഹത്തിനൊരു ഒരു സൂട്ട്സേയിങ് ഉണ്ടായിരുന്നു. ഹിറ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വൈഫാണ്. ഈ അപ്പോളോ, അഥീന, ഏറീസ് അദ്ദേഹത്തിൻ്റെ മക്കളും. ഇനി അഗാംനൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്യാരക്ടർ ഹെറ. സിയൂസിൻ്റെ വൈഫാണ്, ക്വീൻ ഓഫ് ദ ഗോഡാണ്. ആഫ്റ്റർ പാരിസ് ഡസ് നോട്ട് സെലക്ട് ഹെർ ആസ് ബീൻ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗോഡസ്. ഹിറ ഹാസ് എ പാഷനേറ്റ് ഹേറ്റ്രഡ് ഓഫ് ട്രോയ്. ഷീ കൺസ്പയർസ് ടു ഡിസ്ട്രോയ് ദ സിറ്റി, ഓഫൺ അറ്റംപ്റ്റിംഗ് ടു ഡു സോ ബിഹൈൻഡ് സിയൂസ് ബാക്ക്. In the book 14, she put Zeus to sleep, allowing the Achaeans to beat back the Trojans. Okay. ഈ പാരിസ് എന്നൊരു വ്യക്തിയുണ്ട്, അത് ട്രോജൻ പ്രിൻസ് ആണ്. അപ്പോൾ പാരിസിനാണ് ഹെലനോട് സ്നേഹം. അപ്പോൾ പാരിസ് ആരാണ്? ട്രോജൻ പ്രിൻസ് ആണ്. ഹി വാസ് വൺ ഓഫ് ദ ബെസ്റ്റ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഇനിയും നമ്മുടെ ഹെറയോട് പാരിസിന് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗോഡസ് ആയിട്ട് പാരിസ് ഹെറനെ സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു പക ഹിറയ്ക്ക് ട്രോയിയോട് മൊത്തം ഉണ്ടായിരുന്നു. ഷീ കൺസ്പയർ ടു ഡിസ്ട്രോയ് ദ സിറ്റി. ഇത് നശിപ്പിക്കുമെന്ന് ഹിറ എന്ത് ചെയ്യുന്നു? ശപഥം ചെയ്യുന്നു. ഓഫൺ അറ്റംപ്റ്റിംഗ് ടു ഡു സോ ബിഹൈൻഡ് സിയൂസ് ബാക്ക്. ഇത് ഭർത്താവിൻ്റെ തണലിൽ നിന്നും ഈ നാടിനെ നശിപ്പിക്കാൻ നോക്കുന്നൊരു വ്യക്തിയായിരുന്നു ഹിറ.
ഭർത്താവാണെങ്കിൽ നാടിനെ കാൽക്കുന്ന വ്യക്തി. ഈ നശിപ്പിക്കാനുള്ള ഒരു തോന്നൽ വന്നത് പാരിസ് ബ്യൂട്ടിഫുൾ വുമനായിട്ട് പറയാഞ്ഞത് കൊണ്ടാണ് അത് വന്നത്. ഇൻ ബുക്ക് 40 അല്ലടാ, ട്രോജൻ പ്രിൻസ് ആണ്, അവിടുത്തെ രാജകുമാരനാണ് പാരിസ്. പാരിസിനാണ് ഹെലൻ ഓഫ് സ്പാർട്ടയോട് സ്നേഹം. അതായത് മെനലിസിൻ്റെ വൈഫായ ഹെലൻ ഓഫ് സ്പാർട്ടയെ പാരിസാണ് തട്ടിക്കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി ഇൻ ബുക്ക് 14 ഷീ പുട്സ് സിയൂസ് ടു സ്ലീപ്പ് അലോയിങ് ദ ഏക്കൻസ് ടു ബി ബാക്ക് ദ ട്രോജൻസ്. ഇവർ ചെയ്തൊരു ചതി എന്താണെന്നറിയാവോ? ഈ മറ്റേ നമ്മുടെ സിയൂസിനൊക്കെ ശക്തിയുണ്ട്, ബിക്കോസ് ദേ ആർ ഗോഡസ്. അപ്പം സിയൂസ് ഉറങ്ങുന്ന സമയത്ത് ഈ ഹെറ ഏക്കൻസിനെ, അതായത് മറ്റവരെ സപ്പോർട്ട് ചെയ്ത് ട്രോജൻസിനെ അടിച്ച് വീഴ്ത്താൻ അലോ ചെയ്യും. പവർ വെച്ച് ചെയ്യാൻ ഇവരൊരുങ്ങും. ആൻഡ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഷീ വാസ് റെഡി ടു കൺസ്പയർ ദ ഡിസ്ട്രോയിങ് ദ സിറ്റി. ട്രോജൻ മൊത്തത്തിൽ നശിപ്പിക്കാൻ ഹെറയ്ക്ക് താല്പര്യമുള്ളതുകൊണ്ട്. ഇനിയും തേറ്റിസ്, അക്കൈലസിൻ്റെ മദറാണ്, ഒരു സീനിമ്പാണ്. തേറ്റിസ് കെയർസ് ഗ്രേറ്റ്ലി ഫോർ ഹെർ മോർട്ടൽ സൺ ആൻഡ് ഈസ് ഡിറ്റർമൈൻഡ് ടു ഫുൾഫിൽ ഹിസ് വിഷസ് ബിഫോർ ഹീ ഡൈസ്. അപ്പം മകൻ എങ്ങനെ മരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞായിരുന്നു യങ്ങായിട്ട്, നല്ല യങ്ങായിട്ടും വളരെയധികം നല്ലൊരു മരണം വേണമെന്നായിരുന്നു അവൻ പറഞ്ഞത്. ആൻഡ് ലെജൻഡ് ഹാസ് ഇറ്റ് വാസ് ദൻ അക്കൈലസ് വാസ് ഇൻ ഇൻഫൻറ്റ്. അത് അന്ന് പറഞ്ഞതായിരുന്നു. തേറ്റിസ് ഡിപ്ഡ് ഹിം ഇൻ ദ റിവർ സ്ട്രിങ്സ് ടു മേക്ക് ഹിം ഇമ്മോർട്ടൽ, മേക്കിംഗ് ഹിം ഇൻവൾണറബിൾ എക്സെപ്റ്റ് ഫോർ അക്കൈലസ് ഹീൽ, ദ പ്ലേസ് വെയർ തേറ്റിസ് ഹെൽഡ് ഹിം. ഇനിയും ഇവനെ എന്ത് ചെയ്യുമെന്നറിയാവോ? ഒരു റിവറിൽ കൊണ്ട് മുക്കിയെടുക്കും, ഇമ്മോർട്ടൽ, മരണമില്ലാതെ ആക്കാൻ വേണ്ടി, എല്ലാത്തിനും വേർണറബിൾ ആക്കാൻ. പക്ഷേ ആ പ്ലേസിൽ ചെന്നാൽ മാത്രമേ അവന് മരണമുള്ളൂ. അങ്ങനെയുള്ള ഒരു ചില മിത്തിക്കൽ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതാണ് അക്കൈലസ്. അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട. അക്കൈലസ് ഇമ്മോർട്ടലാണ്, വൾണറബിൾ ആണ്, അത്ര അറിഞ്ഞാൽ മതി. ദെൻ പാരിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ട്രോജൻ പ്രിൻസ് ആണ്, ട്രോജനിലെ രാജകുമാരനാണ് പാരിസ്. സൺ ഓഫ് പ്രിയാം ആൻഡ് ബ്രദർ ഓഫ് ഹെക്ടർ. ഹെക്ടറിൻ്റെ ബ്രദറാണ് പാരിസ്. Cowardly but successfully with women, before the event of the Iliad, Paris was asked to judge whether Hera, Athena or Aphrodite was the most beautiful. He chose Aphrodite as a reward. She helped him to steal Helen from Menelaus, beginning the Trojan War. ഇനി ഇവിടെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ പാരിസിനോട് ചോദിക്കും, ജഡ്ജ് ചെയ്യാൻ പറയും, ഹിറയാണോ അഥീനയാണോ അഫോർഡൈറ്റ് ആണോ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിമൺ എന്ന് ചോദിക്കും. അദ്ദേഹം ചൂസ് ചെയ്യുന്നത് അഫോർഡൈറ്റിനെയാണ്. ആൻഡ് ആസ് എ റിവാർഡ് ഷീ ഹെൽപ്ഡ് ഹിം ടു സ്റ്റീൽ ഹെലൻ. അപ്പം ഈ ട്രോജനിലെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അഫോർഡൈറ്റ് ആണ് ഇവരിൽ 3 പേരിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പം അഫോർഡൈറ്റ് എന്ത് ചെയ്യുന്നു? ട്രോജനിൽ നിന്നും ഹെലനെ തട്ടിക്കൊണ്ട് വരാൻ പാരിസിനെ ഒരുപാട് സഹായിക്കും. ട്രോജൻ വാർ തുടങ്ങുന്നതിന് മുന്നാണ്. അപ്പോൾ ഹെലനെ തട്ടിക്കൊണ്ട് വന്നതിന് ശേഷമാണ് എന്ത് നടക്കുന്നത്? ട്രോജൻ വാർ നടക്കുന്നത്. സോ മെനലസിൽ നിന്നാണ് ഹെലനെ തട്ടിക്കൊണ്ട് വരുന്നത്. സോ ഇത് ഇത്രയും ഏകദേശം ഒന്ന് വായിച്ച് വെക്കണം ക്യാരക്ടേഴ്സിനെ പറ്റി. മേജർ ക്യാരക്ടേഴ്സിനെ അറിയണം. ഹെലൻ മേജർ ക്യാരക്ടറായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം, മെനലസിനെയും ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആണോ? എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് കേട്ടിട്ട്? ഓക്കെ, ദ പ്രിയാം, ദ കിങ് ഓഫ് ട്രോയ്. പ്രിയാം ഈസ് ആൻ ഓൾഡ് മാൻ നൗ ബട്ട് വൺസ് വാസ് എ സ്കിൽഫുൾ ഫൈറ്റർ. ഹീ കെയർസ് ഡീപ്ലി ഫോർ ഹിസ് ന്യൂമറസ് സൺ ആൻഡ് ഹിസ് ഹാർട്ട്. ഇതൊന്നും നോക്കണ്ട കേട്ടോ, ഈ ക്യാരക്ടേഴ്സ് ഒന്നും നിങ്ങൾ അറിയണ്ട. അഫോർഡൈറ്റിനെ നോക്കുക. അഫോർഡൈറ്റ് കാരണം ആ ഒരു ജലസ് വരുന്ന ഒരാളാണ്. ഗോഡസ് ഓഫ് ലവ് ആണ് അഫോർഡൈറ്റ്. അപ്പം നമ്മൾ പറഞ്ഞു പാരിസ് അഫോർഡൈറ്റിനെ സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? ഇപ്പം മനസ്സിലായല്ലോ. ഷീ ഈസ് ദ ഗോഡസ് ഓഫ് ലവ്, പ്രണയത്തിൻ്റെ ദേവത എന്നറിയപ്പെടുന്ന അവരാണ്. അതുകൊണ്ടാണ് അഫോർഡൈറ്റിനെ പാരിസ് ചൂസ് ചെയ്തത്, ഹെറയും അഥീനയും മാറ്റി നിർത്തിയിട്ട്. അതുപോലെ തന്നെ ട്രോജനെ വളരെ
ആത്മകമായി സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അഫ്രോഡൈറ്റ്. അപ്പോൾ അഫ്രോഡൈറ്റ് നമുക്ക് വേണ്ട ഒരു ക്യാരക്ടറാണ്. പിന്നെ നെക്സ്റ്റ് ഒഡീസിയസ് നമുക്ക് നോക്കാം. ഒഡീസിയസ് വേണ്ട, മെനലസിനെ നോക്കാം. അഗമനോൺസ് ബ്രദർ. മെനലസ് ആരാ? അഗമനോൻ്റെ ബ്രദറാണ്, കിങ് ഓഫ് സ്പാർട്ട. അപ്പം നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടണം. കിങ് ഓഫ് ട്രോജൻ അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് ട്രോജൻ ഇസ് പാരിസ്. കിങ് ഓഫ് സ്പാർട്ട ഇസ് മെനലസ്. ഹെലൻ ഓഫ് സ്പാർട്ട ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിമൻ ഇൻ സ്പാർട്ട ആൻഡ് വൈഫ് ഓഫ് മെനലസ്. ഈ 3 പേരെ സെൻറ്റർ ചെയ്തായിരിക്കണം നിങ്ങളുടെ ആൻസേഴ്സ് വരാൻ പോകേണ്ടത്. അപ്പോൾ മെനലസ് അഗമനോൻ്റെ ബ്രദറാണ്, കിങ് ഓഫ് സ്പാർട്ടയാണ്, പ്രീവിയസ്ലി മാരീഡ് ടു ഹെലൻ ഹു വാസ് അബ്ഡക്റ്റഡ് ബൈ പാരിസ് ടു ബിഗിൻ ദ വാർ. ഹെലനെ കല്യാണം കഴിച്ച ആളാണ് മെനലസ്. പക്ഷേ പാരിസ് അബ്ഡക്റ്റ് ചെയ്യുന്നു, തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷമാണ് വാർ തുടങ്ങുന്നതെന്ന് പറയുന്നു. പക്ഷേ ഹെലന് പാരിസിനോട് സ്നേഹം ഉണ്ട് എന്നും പറയുന്നുണ്ട്. ഹെലനെ പറ്റി നോക്കുമ്പോൾ പാരിസിൻ്റെ വൈഫായിട്ട് മാറി. മെനലസിൻ്റെ ഫോമർ വൈഫ്, മെനലസിൻ്റെ ആദ്യ ഭാര്യയായിരുന്നു. അപ്പോൾ പാരിസിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഹെലൻ പോയത്. ഹെലൻ ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നതും ഹെലനാണ്. സോ ഇത്രയുമാണ് ഈ ഒരു ഏരിയയിൽ. ബാക്കിയെല്ലാം കൂടെ നോക്കിയാൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സിനെ അറിഞ്ഞു വെക്കുക. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അഖൈലസ്, ഹെക്ടർ, സേയേഴ്സ്, അഗാംനോൺ, ഹെറ, തേറ്റസ്, പാരിസ്, പട്രോക്കലസ് നോക്കാം, അഫ്രോഡൈറ്റ്, ദെൻ മെനലസ് ആൻഡ് ഹെലൻ. ഇത്രയും പേരെ ഒന്ന് ആദ്യം നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് സമ്മറിലോട്ടൊക്കെ പോയാൽ മതി. ഓക്കെ, എനിക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇച്ചിരി സിമ്പിളാക്കി പറഞ്ഞു തരാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും. വിഷമിക്കേണ്ട. നോ നീഡ് ടു